ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. നമ്മൾ മബ്നിയായ ഇസ്മുകൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്മു ഫിഅലുകൾ മുഴുവൻ മബ്നിയാണ് എന്നതിന് നമ്മുടെ പദ്യകർത്താവ് വകനിയാബത്തിൻ അനിൽ ഫിഅലി ബില തഅസ്സുരിൻ വകഫ്തിഖാരിൻ ഉസ്സില എന്നതിൽ വകനിയാബത്തിൻ അനിൽ ഫിഅലി ബില തഅസ്സുരിൻ എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വകഫ്തിഖാരിൻ ഉസ്സില എന്ന ഭാഗം അതെന്താണ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അശ്ശബഹുൽ ഇഫ്തിഖാരി എന്ന് പറയും. അശ്ശബഹുൽ ഇഫ്തിഖാരി, ഇഫ്തിഖാരിയായ സാദൃശ്യം. ഇഫ്തിഖാർ എന്ന് പറഞ്ഞെങ്കിൽ ആവശ്യം എന്നാണ് അർത്ഥം. അപ്പോൾ ആവശ്യമായിക്കൊണ്ടുള്ള സാദൃശ്യം എന്നുള്ളതാണ്. ചില ഇസ്മുകൾ ഹർഫുകളെപ്പോലെ മറ്റൊന്നിലേക്ക് ആവശ്യമുള്ള അവസ്ഥയിലാണ്. ചില ഇസ്മുകൾ നമുക്കറിയാം. ഹർഫിൻ്റെ പ്രത്യേകത എന്താണ്? ഹർഫിന് സ്വയമേവ ഒരു പൂർണ്ണാർത്ഥമല്ല. ഇപ്പം ഇല എന്നുള്ളത്, അല എന്നുള്ളതൊക്കെ പോലുള്ള ഹർഫുകൾ ഇതിന് സ്വയം ഒരർത്ഥമല്ല. പിന്നെ വേറൊന്നിലേക്ക് അത് ചേർക്കണം. ഇലൽ ബൈത്തി, അപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം വീട്ടിലേക്ക്. അലത്താവിലത്തി, മേശന്മേൽ ഉണ്ടാ, അപ്പോഴാണ് ഈ ഹർഫുകൾക്ക് അർത്ഥം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഹർഫുകൾ അതിന് സ്വയം ഒരു പൂർണ്ണ അർത്ഥമല്ല, മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോഴാണ് അതിനൊരർത്ഥം. ഇതേപോലെയാണ് ചില ഇസ്മുകൾ. ആ ഇസ്മുകൾക്ക് സ്വയം ഒരർത്ഥം ഇല്ല, പിന്നെയോ അടിസ്ഥാനപരമായി അനിവാര്യമായി അത് മറ്റൊന്നിലേക്ക് ആവശ്യമുള്ള അവസ്ഥയിലാണ്. മറ്റൊരു ജുംലയിലേക്ക് അല്ലെങ്കിൽ ഒരു സിഫത്തിലേക്ക് ആവശ്യമുള്ളതുപോലെയാണ്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പം നമ്മൾ അല്ലതി എന്നുള്ളത്. അല്ലതി ജാ വന്നു, അല്ലതി യാതൊരുവൻ. അല്ലതി പറഞ്ഞാൽ യാതൊരുവൻ എന്നാണ്. യാതൊന്ന് എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ, ഏതൊന്ന്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനെ തുടർന്ന് ഈ ഹർഫിനെ തുടർന്ന് നമ്മൾ എഴുതിയതുപോലെ ജാ അല്ലതി ദഹബ, പോയവൻ. ജാ അല്ലതി യാതൊരുവൻ വന്നു, ദഹബ അവൻ പോയിരുന്നു, അംസ് ഇന്നലെ. കണ്ടോ? അപ്പോൾ ദഹബ അംസ് ഇന്നലെ പോയി എന്നുള്ള ഈ ഒരു ജുംല അല്ലെങ്കിൽ ഒരു സിഫത്ത് ഈ അല്ലതിയെ തുടർന്ന് വരുമ്പോഴാണ് അല്ലതിക്ക് ഒരർത്ഥം. അതില്ല എങ്കിൽ ജാ അല്ലതി യാതൊരുവൻ വന്നു, ഏതൊരുവൻ, ഏതൊന്ന്. കണ്ട? അപ്പോൾ ഇത് ഈ അല്ലതി എന്നുള്ള ഇത് ഇസ്മാണ്. ഇത് അനിവാര്യമായും ലാസിമായും അതേപോലെ തന്നെ അടിസ്ഥാനപരമായും ഹർഫ് അതിന് ശേഷം അതിനൊരു പൂർണ്ണർത്ഥം ലഭിക്കാൻ ഒരു കലിമത്തിനെ തേടുന്നത് പോലെ ഈ ഇസ്മും ഒരു കലിമത്തിനെ തേടുന്നു. ആ നിലക്ക് ഈ ഇസ്മിന് ഹർഫിനോട് സാദൃശ്യമുണ്ട്. അപ്പോൾ ചില ഇസ്മുകൾ അതിനെ മനസ്സിലാക്കാൻ അതിനുശേഷം ഒരു വിശേഷണത്തെ, സിഫത്തിനെ, ജുംലയെ അടിസ്ഥാനപരമായി തേടുന്നുണ്ട്, ആവശ്യമാകുന്നുണ്ട്. ആ ആവശ്യകത ഹർഫിൻ്റെ പ്രത്യേകതയാണ്. ഇസ്മുകൾക്ക് അങ്ങനെ ഒരു ആവശ്യകത അല്ല. പക്ഷെ ചില ഇസ്മുകൾക്ക് അങ്ങനെ ഒരു ആവശ്യകതയുണ്ടായത് കാരണത്താൽ ഹർഫിനോട് അതിന് സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞത് വകഫ്തിഖാരിൻ ഉസ്സില. വകഫ്തിഖാരിൻ ആവശ്യമുള്ളതുപോലുള്ള സാദൃശ്യം. ആരോടുള്ള സാദൃശ്യം? ഹർഫിനോടുള്ള സാദൃശ്യം. നമ്മൾ പറഞ്ഞു ലിശബഹി മിനൽ ഹുറൂഫി മുദ്നി, ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ചില ഇസ്മുകൾ മബ്നിയാകുന്നതെന്ന് പറഞ്ഞു. ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ചില ഇസ്മുകൾ മബ്നിയാകുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ആ സാദൃശ്യത്തിൽ ഒന്ന് അവസാനത്തേതായിട്ട് പറയുന്നത് വഖഫ്തിഖാരിൻ ഉസ്സില, അടിസ്ഥാനപരമായി, ഉസ്സില എന്ന് പറഞ്ഞെങ്കിൽ അസലൻ എന്നുള്ള ഉദ്ദേശം, അടിസ്ഥാനപരമായി ഹർഫിന് അതിനുശേഷം ഒരു കെലിമത്ത് ആവശ്യമെന്നതുപോലെ ഹർഫിനോട് ചില ഇസ്മുകൾക്ക് സാദൃശ്യമുണ്ട്. അടിസ്ഥാനപരമായി അവക്കും എന്ത് വേണം? ചില കെലിമത്തുകൾ ആവശ്യമാണ്. അത് മനസ്സിലാക്കാൻ, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ. അപ്പോൾ ആ നിലക്ക് അത്തരം ഇസ്മുകൾക്ക് ഹർഫിനോട് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഇസ്മുകളൊക്കെ ഹർഫിനെ പോലെ മബ്നിയാകുന്നു എന്നാണ്. അപ്പോൾ വഖഫ്തിഖാരിൻ ഉസ്സില എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഫ്തിഖാരിൻ ആവശ്യം ഉള്ളതുപോലുള്ള സാദൃശ്യം, ഹർഫിനോടുള്ള സാദൃശ്യം. ഉസ്സില എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി. ഇല എന്നുള്ളത് അടിസ്ഥാനപരമായി അതിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ ഇലൽ ബൈത്ത്, ഇലൽ മസ്ജിദ്, ഇലൽ ഷാരിയ, ഇലൽ സമ, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? അതിനെ മറ്റൊന്നിലേക്ക് ചേർക്കണം, അല്ലെങ്കിൽ അതിന് ശേഷം ഒരു കലിമത്ത് പറയണം. ഇതേപോലെയാണ് ചില ഇസ്മുകൾ അടിസ്ഥാനപരമായിട്ട് അതിനെന്ത് വേണം? അതിന് ശേഷം അതിനെ വിശദീകരിക്കുന്ന ഒരു ജുംല, സെൻറ്റൻസ് വേണം, അല്ലെങ്കിൽ ഒരു കലിമത്ത് വേണം. അതില്ല എങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അടിസ്ഥാനപരമായി അതിന് ശേഷം അതിനെ വിശദീകരിക്കുന്ന ഒരു ജുംല വേണം എന്നതിനാൽ ഇത്തരം ഇസ്മുകൾക്ക് ഹർഫിനോടാണ് സാദൃശ്യം. അതുകൊണ്ട് തന്നെ ഹർഫുകളൊക്കെ മബ്നിയാണ്. ആ സ്വഭാവം പേറുന്ന ഇസ്മുകളൊക്കെയും മബ്നിയാണ്. ഇസ്മുകളൊക്കെയും മബ്നിയാണ്. ഇവിടെ നോക്കൂ, ജാഅ അല്ലദീ ദഹബ അംസ്, റഅയ്തു അല്ലദീ ദഹബ അംസ്, മറർതു ബില്ലദീ ദഹബ അംസ്. ഉണ്ടാ ഇവിടെ ജാഅ അല്ലദീ ഫായിലിൻ്റെ സ്ഥാനത്താണ്, പക്ഷെ ഇവിടെ അല്ലദീ എന്നാണ്. റഅയ്തു അല്ലദീ, മറർതു ബില്ലദീ. കണ്ട, ഒരു മാറ്റമില്ല, ഒരേപോലെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ സെയ്ദുൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കൂ, സെയ്ദുൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ജാഅ സെയ്ദുൻ, റഅയ്തു സെയ്ദൻ, മറർതു ബി സെയ്ദിൻ. ഉണ്ട്, മോറബാണ്, മാറ്റം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അവസാനത്തിൽ ഈ കലിമത്തിൻ്റെ അവസാനത്തിൽ അതിന് മുന്നിൽ വരുന്ന ആമിലുകൾക്കനുസരിച്ച് ഒരു മാറ്റവും വരുന്നില്ല. അതാണ് മബ്നി. എന്തുകൊണ്ട് ഇത്തരം ഇസ്മുകൾ മബ്നിയായി? മനസ്സിലല്ലേ? അത് ഹർഫുകളോടടുത്ത് സാദൃശ്യമുള്ളതിനാലാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ. ലിശബഹിം മീനൽ ഹുറൂഫി മുദ്നി, ഹർഫുകളോടടുത്ത് സാദൃശ്യമുള്ളതിനാലാണ് മബ്നിയാകുന്നത്. ഇവിടെ ഹർഫുകളോട് എങ്ങനെയാണ് സാദൃശ്യം? അത് അശബഹുൽ ഇഫ്തിഖാരി, ഇഫ്തിഖാരിയായ ശബഹ് കാരണത്താലാണ്. ഇഫ്തിഖാരിയായ ശബഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഫുകൾക്കൊക്കെ ആ ഹർഫിനൊരർത്ഥം പൂർണ്ണമാകണമെങ്കിൽ അതിനുശേഷം കലിമത്ത് വേണം. കലിമത്ത് ആവശ്യമാണ്. ഇഫ്തിഖാരി എന്ന് പറഞ്ഞാൽ ആവശ്യമെന്നാണ്, കലിമത്ത് ആവശ്യമാണ്. അതേപോലെ ചില ഇസ്മുകൾ അത് മനസ്സിലാകാൻ അതിനെ തുടർന്ന് ഹർഫിന് കലിമത്ത് ആവശ്യമെന്നതുപോലെ തന്നെ ഇതിനും തുടർന്ന് കലിമത്തുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഫ്തിഖാരിൻ ഹർഫിന് അതിന് അർത്ഥം തരാൻ കലിമത്തുകൾ ആവശ്യമെന്നതുപോലെ ഉള്ള സാദൃശ്യം ചില ഇസ്മുകൾക്കുള്ളതിനാൽ അത്തരം ഇസ്മുകൾ മബ്നിയാണ്. ഈ ആവശ്യം അത് ഉസ്സില എന്നാണ്. ഉസ്സില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അനിവാര്യമായി ഉള്ള ആവശ്യമാണ്. അടിസ്ഥാനപരമായി അനിവാര്യമായി ഉള്ള ആവശ്യമാണ്. ഒരിക്കലും ജാ അല്ലതി അല്ലെങ്കിൽ ജാ അല്ലത്തി എന്ന് പറഞ്ഞാൽ ജാഅത്ത് അല്ലത്തി, യാതൊരുവൾ വന്നു, ജാഅത്ത് വന്നു, അല്ലത്തി യാതൊരുവൾ. ഈ യാതൊരുവൾ ആര്? അപ്പോൾ ഈ അല്ലത്തിനോടൊപ്പം അടിസ്ഥാനപരമായി അനിവാര്യമായി എന്ത് വേണം? ഒരു സെൻറ്റൻസ് വേണം, എന്നെങ്കിലേ ഇതിനർത്ഥം ശരിയാകും. മനസ്സിലേ? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത്തരം ഇസ്മുകൾക്ക് ഹർഫുകളോട് സാദൃശ്യം ഉള്ളതിനാൽ ഇത്തരം ഇസ്മുകളൊക്കെ മബ്നിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആരാണ് ഈ ഇസ്മുകൾ?
അടിസ്ഥാനപരമായി ഹർഫിനോട് സാദൃശ്യമുള്ളതുപോലെ ആവശ്യത്തിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഒരു കലിമത്തിലേക്ക് ജുംലത്തിലേക്ക് ആവശ്യമുള്ള വിഷയത്തിൽ ഹർഫിനോട് സാദൃശ്യമുള്ള ഇസ്മുകൾ ആരാണ്? അതാണ് അസ്മാ ഉൽ മൗസൂല. അസ്മാ ഉൽ മൗസൂല, മൗസൂലയുടെ ഇസ്മുകൾ അല്ലതി, അല്ലത്തി, ഇതൊക്കെയാണല്ലോ അസ്മാഉൽ മൗസൂല. അല്ലദാനി, അല്ലത്താനി, അല്ലദീന, അല്ലായി, ഇങ്ങനെയുള്ള ഇസ്മു മൗസൂലകളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഇസ്മുൽ ഇഷാറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹാദാനി, ഹാത്താനി, ഹാദൈനി, ഹാത്തൈനി അല്ല, ദ്വിവചനത്തെ കുറിക്കാനുള്ള ഇസ്മുൽ ഇഷാറ അത് മബ്നിയല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു വിഷയമാണ് ഇവിടെ അല്ലദാനിയുടെയും അല്ലത്താനിയുടെയും വിഷയത്തിൽ. അല്ലദാനിയും അല്ലദൈനിയും അല്ലത്താനിയും അല്ലത്തൈനിയും ഇത് പിന്നെ ഈ മബ്നിയുടെ ഗണത്തിൽ വരികയില്ല എന്ന് ചില വിശദീകരണങ്ങൾ അതിൻ്റെ വിഷയത്തിൽ ഈ വ്യാകരണ പണ്ഡിതന്മാർക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്മുൽ മൗസൂല വരും ഇവിടെ വഴിയെ. അതിനെക്കുറിച്ച് ഇവിടെ നമ്മുടെ ഇസ്മു മൗസൂലല്ല വിഷയം, ഇവിടെ നമ്മുടെ വിഷയം മബ്നിയാണ്. മബ്നിയായ ഇസ്മുകളിൽ പെട്ടതാണ് ഇസ്മു മൗസൂല എന്ന് പറയാനാണ്. ഇനി ഇസ്മു മൗസൂലയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരും ഭാഗങ്ങളിൽ. അവിടെ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. മൊത്തത്തിൽ പറയുകയാണ് എങ്കിൽ ഇസ്മു മൗസൂലകൾ മുഴുവൻ മബ്നിയാണ്. അതെന്തുകൊണ്ട്? അത് ഹർഫിനോട് സാദൃശ്യമുള്ളതുകൊണ്ട്. ഇസ്മു മൗസൂലകൾക്ക് ഹർഫിനോട് സാദൃശ്യമുള്ളതുകൊണ്ട്. ഹർഫിനോട് എങ്ങനെയാണ് സാദൃശ്യം? ഹർഫിനോടുള്ള സാദൃശ്യം അത് കഫ്തിഖാരിൻ ഉസ്സില, അടിസ്ഥാനപരമായ ഹർഫിന് ആ ഹർഫിന് അർത്ഥം തരുന്ന ഇസ്മിന് അതിനെ തുടർന്ന് ആവശ്യമാണ്. അതുപോലെ ചില ഇസ്മുകൾ അതിനടിസ്ഥാനപരമായിട്ട് അതിനെ വിശദീകരിക്കുന്ന ചില പദങ്ങൾ, കലിമത്തുകൾ അല്ലെങ്കിൽ സിഫത്തുകൾ, ജുംലകൾ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു സാദൃശ്യം ഹർഫിനോട് ഇസ്മു മൗസൂലകൾക്ക് ഉള്ളത് കൊണ്ട് ഇസ്മു മൗസൂലകളൊക്കെ മബ്നിയാകുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് മബ്നിയായ ഇസ്മുകളെയാണ് നമ്മൾ മനസ്സിലാക്കി. വൽഇസ്മു മിൻഹു മുഅറബുൻ വമബ്നി ലിശബഹിൻ മിനൽ ഹുറൂഫി മുദ്നി കശബഹിൽ വദ്ഇ ഫി ഇസ്മി ജിതന والمعنوي في متى وفي هنا وكنيابة عن الفعل بلا تأثر وكافتقار أصلا. ഹർഫുകൾക്ക് ഉള്ളോട് അടുത്ത് സാദൃശ്യമുള്ളത് കാരണത്താൽ വദഇയായ സാദൃശ്യം, മാനവിയായ സാദൃശ്യം, നിയാബിയായ സാദൃശ്യം, ഇഫ്തിഖാരിയായ സാദൃശ്യം, ഇങ്ങനെ 4 തരം സാദൃശ്യങ്ങളാണ് ചില ഇസ്മുകൾക്ക് ഹർഫുകളോടുള്ളത്. അതുകൊണ്ട് തന്നെ ഹർഫുകളൊക്കെ മബ്നിയാണ്. ഈ സാദൃശ്യമുള്ള ഇസ്മുകളൊക്കെയും അതുപോലെ തന്നെ മബ്നിയാണ്. ഈ ഒരു 4 സാദൃശ്യങ്ങളിൽ ദമീറുകൾ മുഴുവൻ മബ്നിയാണ്, അത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ അസ്മാഉൽ ഇസ്തിഫാമും അസ്മാഉൽ ഷർത്തും മുഴുവനും മബ്നിയാണ്. ഫി മത്ത വഫി ഹുന എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഫി മത്ത എന്ന് പറഞ്ഞതിൽ. പിന്നെ അസ്മാഉൽ ഇഷാറ മുഴുവൻ മബ്നിയാണ് ഹുന എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ. പിന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് മുമ്പത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അസ്മാഉൽ അഫ്ആലുകൾ മുഴുവൻ മബ്നിയാണ്. കാരണം അതിന് ഹർഫുകളോട് സാദൃശ്യമുണ്ട് അസ്മാഉൽ അഫ്ആലിന്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. കനിയാബത്തിൻ അനിൽ ഫിഅലി ബിലാ തഅസ്സുരിൻ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അസ്മാഉൽ മൗസൂല മുഴുവൻ മബ്നിയാണ്. അസ്മാഉൽ മൗസൂല മുഴുവൻ മബ്നിയാണ്, അല്ലദാനിയും അല്ലത്താനിയും ഒഴിച്ച്. അതെന്തുകൊണ്ടാണ് ആ സാദൃശ്യം? അതാണ് നമ്മൾ പറഞ്ഞത്. ഹർഫിനോട് അടിസ്ഥാനപരമായി അസ്ലിയായി, അതേപോലെ തന്നെ ലുസൂമിയായി, അനിവാര്യമായി
ഹർഫുകൾക്കൊക്കെ അതിൻ്റെ അർത്ഥം തരാൻ കെലിമത്തുകൾ തുടർന്ന് ആവശ്യമെന്നതുപോലെ അസ്മാഉൽ മൗസൂലയാകുന്ന ഇസ്മുകൾക്കും അതിൻ്റെ ആശയം വ്യക്തമാകുന്നതിന് അതിനെ തുടർന്ന് എന്ത് വേണം? പിന്നെ സിഫത്ത് വേണം, ജുംല വേണം. അപ്പോൾ ആ നിലക്ക് ഇത്തരം ഇസ്മുകൾക്ക് അസ്മാഉൽ മൗസൂലക്ക് ഹർഫിനോടാണ് സാദൃശ്യം. ആ കാരണത്താൽ അസ്മാഉൽ മൗസൂല മുഴുവൻ ഹർഫിനോട് സാദൃശ്യമാണ്. ഹർഫുകളൊക്കെ മബിനി എന്നതുപോലെ അസ്മാഉൽ മൗസൂലയും മുഴുവൻ മബിനിയാണ്. ഇതാണ് നമ്മളൊന്ന് ഇവിടെ ഈ അൽ മുഅറബ് വൽ മബിനി എന്നതിൽ മബിനിയായ ഇസ്മുകളുടെ വിഷയത്തിലുള്ള പിന്നെ ഗ്രന്ഥകാരൻ്റെ വരികൾ. ഇനി നമുക്ക് ഇസ്മുകളിൽ മുഅറബിനെ കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഇസ്മുകളിൽ മബിനീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹർഫിനോട് സാദൃശ്യമുള്ള ഇസ്മുകളൊക്കെയും ഹർഫിനോട് അടുത്ത സാദൃശ്യമുള്ള ഇസ്മുകളൊക്കെയും മബിനിയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മുഅറബായ ഇസ്മുകൾ അത് എങ്ങനെ എന്ത് എന്നുള്ള ഗ്രന്ഥകാരൻ്റെ വരികളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി തുടർന്ന് മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹ്.